ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചേച്ചിയുടെ കണ്ണാടി കൊള്ളാവോ? സൂപ്പറായിരിക്കുന്നോ? അപ്പം ചേച്ചി പറയാൻ വന്ന കാര്യം, ഞങ്ങൾ എല്ലാ വർഷവും മൂകാംബിക പോകും. ഞങ്ങളുടെ സ്വന്തം വീടെന്നാണ് പറയുന്നത്. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ പോയ ഒരമ്പലമാണ് മൂകാംബിക അമ്പലം. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും പോകുന്ന സമയത്ത് ഒരു വർഷത്തിൽ ഞങ്ങൾ പോകുമ്പോൾ അവിടെ വെച്ച് ഒരു ആക്ടറെ കാണാനിടയായി. അവിടെ ഇഷ്ടംപോലെ ആക്ടർ വരും. പക്ഷേ ഇത് എല്ലാ നടന്മാരിൽ നിന്നും ഒരു വ്യത്യസ്ത ഒരു മനുഷ്യനാണ്. ഒരു ജാടയും ഇല്ല, ഒരു സെക്യൂരിറ്റി ഇല്ല, കൂടെ ഒരു ക്യാമറയും കൊണ്ട് നടക്കത്തില്ല. അങ്ങനൊരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ, ഒരു ടൈലർ. അദ്ദേഹത്തിൻ്റെ ജോലി അതായിരുന്നു, ടൈലർ, തയ്ക്കും. ഇപ്പോഴും അത് തയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആക്ടറാണെങ്കിൽ ആ തൊഴിലും ഇട്ടിട്ടില്ല. അപ്പോൾ മൂകാംബിക വെച്ച് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുമ്പോഴാണ് ഈ നടനെ കാണുന്നത്. ഞങ്ങൾ കണ്ട് ചിരിച്ച്, ഞങ്ങളോടും ചിരിച്ച്. എന്നിട്ട് ഞങ്ങളങ്ങ് നടന്നു പോയെങ്കിലും ഞങ്ങളെ വിളിച്ച്. പിന്നെ ആ ഒരു ദിവസം മൊത്തം ഞങ്ങളുടെ കൂടെ ആയിരുന്നു ആ നടൻ. അത് വേറെ ആരുമല്ല, നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടൻ. ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു, ഫോൺ നമ്പർ തന്ന്. വല്ലപ്പോഴും ഞങ്ങൾ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷവും ഞങ്ങളിവിടെ തമിഴ്നാട്ടിൽ നിന്ന് സാറിനെ വിളിക്കാറുണ്ട്. മകളുടെ കല്യാണം എല്ലാം പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ മൂകാംബിക ചെന്നപ്പോൾ കുടജാദ്രിയിൽ പോയി. ഒരേ ജീപ്പിലാണ് പോയത് ഞങ്ങൾ എല്ലാവരുടെ. എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം ഞങ്ങൾ മൂന്നും കൂടെ നടന്നർത്ഥം. അത് ഞങ്ങളുടെ വേറൊരു ഫോണിനകത്തായിരുന്നു. ആ ഫോൺ കംപ്ലൈൻ്റ് ആയി പോയി. അപ്പം ഞങ്ങൾ കുടജാദ്രി പോകുമ്പോൾ അവിടെ നിറയെ നടക്കണമല്ലോ, ഒത്തിരി നടക്കണം. കല്ലും മുള്ളും എല്ലാം ചവിട്ടി വേണം ആ കുടജാദ്രിയിൽ നടക്കാൻ. കുറേ പോകണം നടന്നു. അപ്പോൾ ഞാനാണെങ്കിൽ കുറേയൊക്കെ സ്ഥലം ചെന്നപ്പോൾ ചപ്പലം കിട്ടും, ചേട്ടനും ഇട്ട്. പക്ഷേ ഈ സാറുണ്ടല്ലോ, ചപ്പലിട്ടതേയില്ല. ആ കല്ലും മണ്ണിൽ കൂടെ പോകുന്ന ഭയങ്കര വേദന കാലിന്. അത്ര ഒത്തിരി ഉണ്ട് നടക്കാൻ. നിങ്ങളൊക്കെ പോയി കാണുമായിരിക്കും. മൂകാംബിക പോകുന്നൊരു കുടജാദ്രിയിലും പോകണം കേട്ടോ. അപ്പം അങ്ങനെ നടന്നു പോകുമ്പം ഒരു ദാഹിച്ച വെള്ളം പോലും ഈ സാറ് കുടിക്കുന്നില്ല. അപ്പോൾ തിരിച്ച് അതുപോലെ തന്നെ നടന്ന് ആ കല്ലും മണ്ണിൽ കൂടെ ഇവിടുന്ന് പോയതുപോലെ തന്നെ ചപ്പലിടാതെ തിരിച്ച് ഇറങ്ങി വന്നതിന് ശേഷം ഞങ്ങൾ ചോദിച്ചു, സാറെന്താ ചപ്പൽ കുറച്ച് ദൂരം ഇട്ടുകൂടായിരുന്നോ എന്ന് ചോദിച്ചും പറഞ്ഞ് അതൊരു നേർച്ച ഉണ്ടായിരുന്നു, ആ നേർച്ച ആയതുകൊണ്ടാണ് ഞാൻ ചപ്പലിടാതെ നടന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെ വിവരങ്ങൾ, എല്ലാ കാര്യങ്ങളും, സിനിമയുടെ കാര്യങ്ങൾ എല്ലാം ഞങ്ങളോട് പറഞ്ഞ് ഒരു വീട്ടിലൊരംഗം പോലെ, ഞങ്ങളുടെ കൂടെ പറഞ്ഞൊരംഗം പോലെ ആ ഒരു ദിവസം മൊത്തം ഞങ്ങൾ ചിലവഴിച്ച്. വേറെ ഏതെങ്കിലും ഒരു നടനായിരുന്നെങ്കിൽ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ പോ, അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ നമ്മളെ പിടിച്ച് ഓടിക്കും ഇല്ലേ? അവിടെ മൂകാംബിക എത്രയോ ആക്ടർമാർ വന്നിരിക്കുന്നു. ഞങ്ങൾ പോകുമ്പോഴെല്ലാം ഏതെങ്കിലും ഒരു ആക്ടർ കാണും. പക്ഷെ ഇതുപോലൊരു എനിക്ക് തങ്ക മനസ്സില്ലേ, ആര് ചെന്നാലും ആരോടും മിണ്ടുന്നൊരു മനുഷ്യൻ, ഒരു നല്ല മനുഷ്യൻ. ആരും ഒരു നടൻ്റെ ഒരു ഗമയോ ഒന്നുമില്ല. പക്ഷെ സാറിൻ്റെ വൈഫിനെയൊക്കെ കാണാൻ നല്ല രസം. ഞാൻ കണ്ടിട്ടുണ്ട്. സാറ് എല്ലാം കാണിച്ചു തരുന്നത്, ഫോട്ടോയിലെല്ലാം കാണിച്ചു തന്നു. അല്ല നേരിട്ട് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. സാറിനല്ലേ അവാർഡ് കിട്ടിയപ്പോഴൊക്കെ കാണിച്ചായിരുന്നല്ലേ. എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾ വിളിക്കുന്നത്. എപ്പോഴും എൻ്റെ കയ്യിൽ ഫോൺ നമ്പർ ഇരിപ്പുണ്ട് സാറിൻ്റെ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം ഫോൺ നമ്പർ. എൻ്റെ കയ്യിലുണ്ട്. ഇന്ദ്രൻ സാറിന് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു നടന്മാരാണെങ്കിൽ അവരുടെ കൂടെ എത്ര പേര് കാണും, സെക്യൂരിറ്റി കാണും. ഇത് ധൈര്യമായിട്ട് ആ ജീപ്പിനകത്ത് കയറി കുടജാതിരെ എല്ലാം കൊണ്ട് ഒരാൾ കൂടി പോയി ഫോട്ടോ എടുക്കാനോ ഒന്ന് ഇതാവാനോ ഒന്നും ചെയ്യുന്നില്ല. അതിൽ പക്ഷെ വേറെ ഏതെങ്കിലും ഒരു ആക്ടർ ആയിരുന്നെങ്കിൽ തിങ്ങി കൂടി ഫോട്ടോ എടുത്താണ്, സെൽഫി. അപ്പം ഞങ്ങൾക്ക് തോന്നി ഈ മനുഷ്യൻ്റെ കൂടെ നടക്കുന്നത് പുണ്യാണ്. ആ കുടജാതിരി പോയി അമ്മയെ കണ്ടതിന് തുല്യ ഈ ഇന്ദ്രസാറിൻ്റെ കൂടെ നടന്നത്. ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരൻ പോലെ. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. നിങ്ങളൊക്കെ ആ സാറിൻ്റെ അടുത്ത് വർത്താനം പറയണം കേട്ടോ. കണ്ട പാവ. നേരിട്ട് കണ്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു സിനിമ നടനല്ലേ, നമ്മളെ കണ്ടാൽ മിണ്ടത്തില്ലായിരിക്കും, ചിരിക്കത്തില്ലായിരിക്കും. പക്ഷെ അതല്ല കേട്ടോ. സാധാരണ ഒരു വ്യക്തിയെ പോലെ വന്ന് ചിരിക്കുകയും മിണ്ടുകയും ഞങ്ങളോട് ചോദിച്ച് എവിടെ ഏത് ഹോട്ടലിലാണ് തങ്ങുന്നതെന്ന് ചോദിച്ച് ഞങ്ങളും ചോദിച്ച് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ചണ്ഡിക ഹോമം എല്ലാം നടത്തിയിട്ടൊക്കെ തിരിച്ചു വരത്തുള്ളൂ. അമ്മയുടെ അടുത്ത് പോയാൽ പിന്നെ ഞങ്ങൾ അമ്മയുടെ അടുത്ത് ഒരു ദിവസം കൂടി ഇരിക്കാതെ വരത്തില്ല. ഏറ്റവും കൂടുതൽ ഞങ്ങൾ അമ്പലത്തിൽ പോയത് മൂകാംബികയാണ്, പിന്നെ എൻ്റെ ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത്. ഈ അമ്മമാർ കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങൾക്ക് വേറെ ഏത് ദൈവങ്ങളും. ഞങ്ങളതിന് പറയുന്നത് ഞങ്ങളുടെ ബന്ധു വീട്ടിൽ പോവാന്ന്, ഞങ്ങളുടെ സ്വന്തക്കാരെ കാണാൻ, ഞങ്ങളുടെ അമ്മയെ കാണാൻ പോവാന്ന്. അത് അല്ലെങ്കിലും മൂകാംബി അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ അമ്മയെന്നാണ്, കേരളക്കാരുടെ അമ്പലം എന്ന് അറിയപ്പെടുന്നത് തന്നെ. അവിടെ ചെന്നാൽ കേരളീയരമൊത്തും അവിടെയുള്ള ആൾക്കാർ, വരുന്ന ആൾക്കാർ. അവിടെ ക്യൂവിൽ നിന്ന ഫുള്ള മലയാളീസായിരിക്കും. നിങ്ങളാരെങ്കിലും പോകുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ചണ്ഡിക ഹോമമൊക്കെ നടത്തണം കേട്ടോ. നല്ലതാണ് നടത്തുന്നത്. ഇപ്പം ചാർജ് കൂടിയെന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ നടത്തുമ്പം 12,000 രൂപയൊക്കെ ആയിരുന്നു. ഇപ്പം കൂടി കാണും. ഞങ്ങൾ മൂന്നെണ്ണം നടത്തി പൂജ. പിന്നെ അവിടെ തേര് പിടിക്കുന്നുണ്ടല്ലേ പൈസ എറിയുന്നേ, അതിന് അതാ ഭയങ്കര ഇത്. ആ 1 രൂപ കോയിൻസ് എറിയുമ്പം എത്ര ആളിൻ്റെ അടുക്കൂടെ പോയി ഞാൻ തപ്പി എടുക്കുന്നത്. എനിക്ക് ഒരു പ്രാവശ്യം 7 കോയിൻ കിട്ടി. പിന്നെ അവിടെ ലഡ്ഡു ഉണ്ട്, ആ ലഡ്ഡു മേടിച്ച് വെച്ചിരിക്കും. വിശക്കുമ്പോൾ ഓരോ ലഡ്ഡു തിന്നും. പിന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ, മൂകാംബിക പോയി കഴിഞ്ഞാൽ വെളിയിൽ നിന്നെങ്ങും ആഹാരം കഴിക്കത്തില്ല. അമ്പലത്തിലെ അന്നദാനം കഴിക്കുന്നത്. എത്ര ലൈൻ നിന്നാലും ആ ഒരു പിടി ചോറ്, ആ ഒരു കറി, എന്താ ടേസ്റ്റ്. മറ്റേത് അവിടെ ചെല്ലുമ്പോൾ ഒരു ആന ഉണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഇട്ട് കാണിക്കും. തലയിലൊക്കെ തുമ്പിക്കൈ വെച്ചിട്ട് നമസ്കരിക്കും അത് നമ്മളെ. ഞാൻ തൊടിയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ആന ഇല്ല, അപ്പോൾ ചെരിഞ്ഞു പോയി. പകരം ഒരു ആന ഇപ്പം കൊണ്ടുവന്നിട്ടില്ല അവിടെ. ഞങ്ങൾ മൂകാംബിക ചെല്ലുമ്പോൾ അവിടെ ഒരമ്മ, ഒരു ചേച്ചി, ആരും ഇല്ലാത്തതാന്ന് തോന്നുന്നു. നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് പൈപ്പിൻ്റെ മൂട്ടിൽ ചെല്ലുമ്പം അവിടെ ഇങ്ങനെ കുത്തിയിരിക്കും. എനിക്ക് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ സങ്കടം തോന്നിയിട്ടേ ഞാൻ ചേട്ടനോട് പറഞ്ഞു, പാവം ഇവിടെ തന്നെ ഇരിക്കുന്നത്, വിശക്കുന്നെങ്കിലോ എന്ന് ചൊല്ലി ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്കൊരു 100 രൂപ കൊടുക്കാം. ഞാനങ്ങനെ 100 രൂപ കൊടുത്തിട്ട് പറഞ്ഞു വെച്ചോ, എന്തെങ്കിലും മേടിച്ച് കഴിച്ചോ. അന്ന് പാവാട്ട് ഇരുന്നതാണ്. പിന്നെ പിന്നെ അമ്പലം കുറച്ച് പുതുക്കിയൊക്കെ ചെയ്തേ. പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവരവിടെ എല്ലാം ഞങ്ങൾ നോക്കി. പക്ഷെ അവരവിടെ ഒന്നും ഇല്ല. പിന്നെ നോക്കുമ്പോൾ കാണില്ല, ആനയെ കെട്ടിയെ ആ സ്ഥലത്ത് ചുരിദാറിട്ട് നിൽക്കുന്നു. ആളങ്ങ് മാറി. അപ്പോൾ അന്നേരവും ഞാൻ എന്തെങ്കിലും കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കാശ് കൊടുത്തപ്പം വേണ്ടാന്ന് പറഞ്ഞു, മേടിച്ചില്ല. ഇപ്പം ആള് പഴയ രീതിയല്ല, നല്ല ചുരിദാറൊക്കെ ഇട്ട് നല്ലൊരു ഇതായി. ഇപ്പോൾ ആരെങ്കിലും കാശ് കൊടുത്താൽ വേണ്ടാന്ന് പറയും. എനിക്ക് തോന്നി അമ്പലത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ജോലി കൊടുത്ത് കാണുമായിരിക്കും അവിടെ ഇരിക്കുന്ന കണ്ടോണ്ടേ. നാളെ ഇനി നമ്മുടെ ഗതി എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലേ. എനിക്കങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ കാണുമ്പം ഭയങ്കര സങ്കടം വരും. ഈ ക്ലോക്ക് കറങ്ങുന്നത് പോലെ
ക്ലോക്ക് ഇങ്ങനെ അടിക്കുന്നത് പോലെ ആ തുടുപ്പ് നിന്ന് കഴിഞ്ഞാൽ നമ്മളും പോയില്ലേ. നമ്മുടെ ശരീരത്തൂടെ ആ സ്പന്ദനം അത് നിന്നാൽ പോയി. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം സോഷ്യൽ വർക്ക് ചെയ്യാൻ. എൻ്റെ ചേട്ടനും അതേ ആഗ്രഹം. പക്ഷേ ചെയ്യാൻ ആഗ്രഹമുണ്ട് സോഷ്യൽ വർക്ക്. അതിനുള്ള വരുമാനമില്ല. എപ്പോഴെങ്കിലും ഒരു വരുമാനം എനിക്ക് കിട്ടിയാൽ എനിക്കൊരു ചെറിയ വീട് വെച്ചതിന് ശേഷം ബാക്കി എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ചേട്ടൻ്റെ പേർക്ക് ഒരു 2 വീടെങ്കിലും പാവപ്പെട്ടവർക്ക് വെച്ച് കൊടുക്കണം. കുറേ നല്ല പ്രവൃത്തി ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ എന്നിട്ട് ഓരോരുത്തർ ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ നടത്തുന്നവരുടെ ഫോട്ടോന് അവരുടെയൊക്കെ ഇത് വായിക്കുമ്പോൾ എന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കെന്ന് പറയും. പക്ഷെ അവർ ചോദിക്കുന്ന കാശ് നമ്മുടെ കൊടുക്കാൻ കാണത്തില്ല. എന്നാലും അതിലൊരു അംഗമാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും ഞാൻ ആ ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. അത് എനിക്ക് പണ്ടേ ഉള്ള ആഗ്രഹം. ഞാൻ നോക്കുമ്പോൾ ചേട്ടന് അതേ ആഗ്രഹം. കുറച്ച് നമുക്ക് അളവിൽ കൂടുതൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ ആ കാശ് ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവാക്കും. എന്തിനാ തോന്നി കിടക്കാനൊരു വീടും അത്യാവശ്യം കുറച്ച് സാധനങ്ങളും, കൂടുതലൊന്നും വേണ്ട. എൻ്റെ അംബിഷൻ അതാ. അത് സർവശക്തനായ ദൈവം എൻ്റെ ആ ആഗ്രഹം സഫലീകരിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ അമർത്തിയതിന് ശേഷം ആ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ചേച്ചി ഇതുപോലെ ഓരോ നല്ലവരായ ആൾക്കാരുടെ കാര്യം ഇടുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കൂടെ നടന്ന് ഓരോരുത്തരുടെ ക്യാരക്ടർ, ഓരോരുത്തരുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയ ആ വ്യക്തികളെക്കുറിച്ച് ഇതുപോലെ വന്നിരുന്നെന്ന് പറയാൻ സാധിച്ചതിൽ എൻ്റെ ചോറ്റാനിക്കരമ്മയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ കൊണ്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാം ചേച്ചി ഗുഡ് നൈറ്റ് പറയപ്പോഴേ നിങ്ങളെപ്പോഴും ഉറങ്ങണമെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഗുഡ് ഈവനിങ് കഴിഞ്ഞിട്ടേ പിന്നെ നിങ്ങൾ ഗുഡ് നൈറ്റ് കൂടെ എടുത്തോ കേട്ടോ. ശരി, അപ്പോൾ പോയിട്ട് വരാം.